Hey guys, hello. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ MIUI13 കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 3-4 ഡേയ്സ് ആയിട്ട് ടെക് ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായി ലോഞ്ച് ആവാൻ പോവുകയാണ്, ലീക്സ് വന്നു, അത് വന്നു, ഇത് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്നുണ്ടെങ്കിൽ MIUI13ൻ്റെ ഫയൽ മാനേജർ എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. വളരെ സിമ്പിളാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഏത് വേണമെങ്കിൽ ആയിക്കോട്ടെ, റെഡ്മിയുടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, 7 മേലേക്കുള്ള ഡിവൈസുകളിൽ ഈ ഫയൽ മാനേജർ സപ്പോർട്ടബിൾ ആണ്. അപ്പോൾ പോക്കോൻ്റെ ഡിവൈസ് ആയിക്കോട്ടെ, റെഡ്മിയുടെ ഡിവൈസുകളായിക്കോട്ടെ, MIയുടെ ഡിവൈസുകളായിക്കോട്ടെ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഫയൽ മാനേജർ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ പറയാൻ മുന്നായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതാണ് എൻ്റെ വീഡിയോസിനൊക്കെ ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഏതാണ് ഫയൽ മാനേജർ എന്നുണ്ടെങ്കിൽ ഫയൽ മാനേജറിൻ്റെ എങ്ങനെയാണെന്നുള്ള രൂപം എന്നൊക്കെ ഉള്ളത് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡിങ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാവും എങ്ങനെയുണ്ട് അതിൻ്റെ ഫോർമേഷൻ, ആനിമേഷൻസും. നമുക്കൊരു എന്താ പറയുക, ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ള ഫയൽ മാനേജറാണ് നമുക്ക് ഈ പുതിയ ഫയൽ മാനേജറിൽ കാണാൻ സാധിക്കും. എല്ലാവരും തനിതനിയായിട്ടുള്ള സെപ്പറേറ്റ് ഫയലുകളും പിന്നെ തന്നെ അറേഞ്ച്മെൻ്റ് ആയിക്കോട്ടെ, ആനിമേഷൻസ് ആയിക്കോട്ടെ, എല്ലാം ഒരു യുണീക്ക് ആയിട്ടുള്ള രീതിയിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഇതൊരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ഞാനും കണ്ടത്. ഞാൻ ഇത് റിസർച്ച് ചെയ്യാനായിട്ട് പല ഹിന്ദി ചാനലുകളും കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ നുണ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്ക് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് പല ചാനലുകൾ നോക്കിയിട്ടും അല്ലെ പല ലിങ്കുകൾ കാണുമ്പോൾ അതിൽ കയറി വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് നമുക്ക് ന്യൂസുകൾ കിട്ടുന്നത്. അല്ലാതെ എനിക്ക് ആരുമായിട്ടൊരു കണക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നിങ്ങൾ പറയുന്ന ഉത്തരത്തിനും ഒരു സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കുന്നു. അതുമാതിരി തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് MIUI13ൻ്റെ ലോഞ്ചിനെ കുറിച്ചിട്ടും അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ മലയാളത്തിൽ അധികാരം ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഉറപ്പ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതലായിട്ടുള്ള ലീക്സുകളൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ വീഡിയോസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഫയൽ മാനേജർ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്നുണ്ടെങ്കിൽ നല്ല കസ്റ്റമൈസേഷനാണ്. നിങ്ങൾക്ക് ഏത് PDF ആയിക്കോട്ടെ, APKs ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എന്ത് സെക്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് വൺ ടച്ചിൽ നമുക്കിത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ലിങ്ക് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രൈവിലാണ് കിടക്കുന്നത്. ഡ്രൈവിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ജസ്റ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. 12.3 MB സംതിങ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് യൂസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫയൽ അവിടെ വെച്ചാൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഞാൻ യൂസ് ചെയ്തോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പേര് പറഞ്ഞേക്കാം എനിക്ക് പഴയ ഫയൽ മാനേജർ, 2 ഫയൽ മാനേജർ നിങ്ങളുടെ ഫോണിൽ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് ഫയൽ മാനേജർ വേണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടത് ഇപ്പോഴത്തെയാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ പുതിയ ഫയൽ മാനേജറാണോ, ഏതാണ് നിങ്ങളുടെ താല്പര്യം, ഏതാണ് സ്മൂത്ത് എന്നൊക്കെ നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ റിവ്യൂ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് തന്നെ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.